നമ്മുടെ മധ്യേ ദാസൻ ബിനു പോൾ അവറുകൾ തമിഴ്നാട് നിന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. തിരുവാരൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് കർത്താവിൻ്റെ ദാസനിലൂടെ നമ്മൾ പല പ്രാവശ്യമായി തിരുവചനം ശ്രവിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടൊരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് സമയം പാഴാക്കാതെ കർത്താവിൻ്റെ ദാസന് തിരുവചനം സംസാരിക്കുവാനായിട്ടുള്ള അവസരമൊരുക്കുകയാണ്. മുന്നോട്ടുള്ള സമയങ്ങളിൽ, അതായത് 7 മണി വരെയുള്ള സമയം കർത്താവിൻ്റെ ദാസനെടുക്കാവുന്നതാണ്. വചന ശുശ്രൂഷയ്ക്ക് ശേഷം കർത്താവിൻ്റെ ദാസൻ പാഷ അനീഷ് അവറുകൾ വചനം കൺക്ലൂഡ് ചെയ്ത് ആരെക്കൊണ്ടെങ്കിലും പ്രാർത്ഥിപ്പിക്കുന്നതായിരിക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിന് എല്ലാവർക്കും പ്രഭാത വന്ദനം. ദൈവം നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കാമോ? കേൾക്കാം. പ്രൈസ് ദി ലോർഡ്. ഈ സമയത്ത് ദൈവത്തോടും കൂടെ എല്ലാവരോടും ചേർന്ന് കർത്താവിനെ ആരാധിപ്പാനും പ്രാർത്ഥിപ്പാനും ഇങ്ങനൊരു കൂട്ടായ്മ അനുഭവിപ്പാനും പ്രൈസ് ദി ലോർഡ് ദൈവം എന്നെയും സ്തോത്രം നിങ്ങളോട് കൂടെ ചേർത്ത ദൈവസ്നേഹത്തിനായി ഞാൻ ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയ സുനിൽ പാസ്റ്റർ കഴിഞ്ഞ ദിവസം ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരാം. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഇങ്ങനെ ഒരു സാവകാശം ലഭിച്ച ദൈവകൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്കിന്ന് ഡയറക്റ്റ് ആയിട്ട് ദൈവത്തിന്റെ വചനത്തിലേക്ക് ഞാൻ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. യെശയ്യാവിന്റെ പുസ്തകത്തിലേക്ക് നാം വരാം. യെശയ്യാവിന്റെ പുസ്തകം അതിന്റെ 55-ാമത്തെ അധ്യായം 55-ാമത്തെ അധ്യായം അതിന്റെ 6-ാം വാക്യം 6-7. യഹോവയെ കണ്ടെത്താകുന്ന സമയത്ത് അവനെ അന്വേഷിപ്പിൻ, അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പിൻ. ദുഷ്ടൻ തന്റെ വഴിയെയും നീതികെട്ടവൻ തന്റെ വിചാരങ്ങളെയും ഉപേക്ഷിച്ച് യഹോവയിലേക്ക് തിരിയട്ടെ, അവൻ അവനോട് കരുണ കാണിക്കും. നമ്മുടെ ദൈവത്തിങ്കിലേക്ക് തിരിയട്ടെ, അവൻ ധാരാളം ക്ഷമിക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വചനത്തിനായി ദൈവത്തിന് നന്ദി. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണം. കർത്താവെ, ദൈവത്തിന്റെ വചനം ജീവനുള്ളതാണ്, അത് ചൈതന്യമുള്ളതാണ്. ആ വചനം ഞങ്ങളുടെ ഹൃദയങ്ങളെ ജീവിപ്പിക്കണം. കർത്താവെ, കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കാകെ നന്ദി. കർത്താവെ, എല്ലാവരുടെ മേലും ദൈവത്തിന്റെ കൃപ വ്യാപരിക്കണം, സംസാരിക്കണം. കർത്താവെ, ദൈവശബ്ദമായി കർത്താവെ പരിശുദ്ധാത്മാവിന്റെ ശബ്ദമാകണം. മഹത്വം കർത്താവ് എടുക്കണം. കർത്താവ്, സാഹചര്യങ്ങളെല്ലാം ദൈവം നിയന്ത്രിക്കണം. കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. മഹത്വം അവിടെ നിന്ന് എടുക്കണമേ. താഴ്ത്തിയേൽപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വളരെ പരിചയമുള്ള വേദവചനമാണ്. യഹോവയെ കണ്ടെത്താകുന്ന സമയത്ത് അവനെ അന്വേഷിപ്പിൻ. പ്രൈസ് ദി ലോർഡ്. അതുപോലെ അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പിൻ. അപ്പോ യഹോവയെ കണ്ടെത്താകുന്ന സമയം അവനെ അന്വേഷിക്കുക, ദൈവത്തെ അന്വേഷിക്കുക. ദാവീദ്, നമുക്കറിയാം, ദാവീദിന്റെ സങ്കീർത്തനത്തിലേക്ക് നാം വായിക്കുമ്പോൾ ദാവീദിന്റെ സങ്കീർത്തനത്തിലെ 32-ാം സങ്കീർത്തനത്തിൽ ഒരു വാക്യം കൂടി ഞാൻ അതിനോട് ചേർന്ന് വായിക്കുന്നു. 32-ാം സങ്കീർത്തനം അതിന്റെ 5-6. ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു, എൻ്റെ അകൃത്യം മറച്ചതുമില്ല. എൻ്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എൻ്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ഇത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താകുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും. ഇവിടെ ദാവീദിന്റെ ജീവിതത്തിൽ, സ്തോത്രം, ദാവീദിന്റെ ജീവിതത്തിൽ ദൈവത്തെ കണ്ടെത്തുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നു. ദൈവവും നമ്മളും തമ്മിൽ എന്താണ് കണ്ടെത്തുവാനുള്ള താമസം, അല്ലെങ്കിൽ കണ്ടെത്തുവാനുള്ള ബുദ്ധിമുട്ട്, കണ്ടെത്തുവാനുള്ള തടസ്സങ്ങൾ എന്താണ്? യഥാർത്ഥത്തിൽ ദാവീദ് അവിടെ പറയുന്ന ഒരു വിഷയം, അതെ, ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു. പാപവുമായിരിക്കുന്ന, സ്തോത്രം, പാപത്തിൽ ജീവിക്കുന്നവന് ദൈവത്തെ കാണുവാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. പാപവുമായിട്ട്, അതെ, സ്തോത്രം, കോംപ്രമൈസ് ചെയ്ത് ജീവിക്കുന്നവർക്ക് ദൈവമായിരിക്കുന്ന ബന്ധത്തിലേക്ക് വരുവാനായിട്ട് കഴിയുന്നില്ല. പക്ഷേ
ആ പാപത്തെ നാം ദൈവത്തോട് അറിയിക്കുമ്പോൾ, പാപത്തെ ഏറ്റുപറയുമ്പോൾ, പാപത്തിൽ നിന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള വിടുതൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇവിടെ കുറച്ചും കൂടി പറഞ്ഞാൽ എന്റെ അകൃത്യം മറച്ചതുമില്ല. അകൃത്യം, പ്രൈസ് ദി ലോർഡ്, അകൃത്യം മറയ്ക്കപ്പെടുക, അത് നമ്മുടെ ജീവിതത്തിൽ ആന്തരികമായി നടക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ ജീവിതത്തോട് അറിയിക്കുക, അതായത് അകൃത്യം മറച്ചതുമില്ല. അവിടെ വ്യക്തമായിട്ട് ദാവീദ് തന്റെ ജീവിതത്തെ ദൈവത്തിന്റെ മുമ്പിൽ വെളിപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാനിങ്ങനെ കുറച്ചും കൂടി പറഞ്ഞാല്, നാം ദൈവത്തെ കണ്ടെത്തി എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് ദൈവമാ നമ്മളെ കണ്ടെത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവമാ നമ്മെ, അതേ സ്തോത്രം, വിളിക്കുന്നത്. ദൈവമാ നമ്മെ തന്റെ ഉദ്ദേശത്തിനായിട്ട് വേർതിരിക്കുന്നത്. അപ്പോ ഇവിടെ ദാവീദ് പറയുന്നത്, എന്റെ അകൃത്യം മറച്ചതുമില്ല, എന്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു. അവിടെ 3 കാര്യം താൻ പറയുന്നുണ്ട്. ഒന്ന്, പാപങ്ങളെ അറിയിച്ചു, പാപം അറിയിച്ചു. 2, അതെ, അകൃത്യം മറച്ചതുമില്ല, മറയ്ക്കാതെ, അല്ലെങ്കിൽ അതിനെ ഒരിക്കലും സ്തോത്രം മറയ്ക്കാതെ ദൈവത്തിന്റെ മുമ്പിൽ താൻ ആരാണെന്ന് വ്യക്തമായിട്ട്, അതേ സ്തോത്രം, ദൈവത്തോട് അറിയിക്കുക, അല്ലെങ്കിൽ ദൈവത്തെ, നമ്മുടെ ജീവിതത്തെ യഥാർത്ഥത്തില് ദൈവത്തിന്റെ മുമ്പിൽ വെളിപ്പെടുത്തുക, അല്ലെങ്കിൽ നാം ആരാണ്, നമ്മുടെ അവസ്ഥ എന്താണ്, നമ്മുടെ അകത്തെ അവസ്ഥ, വെളിയിലുള്ള അവസ്ഥ, നമ്മുടെ അകത്തെ അനുഭവം, വെളിയിലുള്ള അനുഭവം ദൈവത്തിന്റെ സന്നിധിയിൽ നാം വെളിപ്പെടുത്തുമ്പോൾ, ഇവിടെ ദാവീദ് ഒരു കാര്യം കൂടെ പറയുകയാണ്, എന്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയും. ലംഘനങ്ങൾ, പ്രൈസ് ദി ലോർഡ്, അതായത് സ്തോത്രം, നിയമത്തെ ലംഘിക്കുന്ന ബാല്യത്തെ, ദാവീദ് ഒരു കാര്യം പറയുന്നുണ്ട്, എന്റെ ബാല്യത്തിലെ പാപങ്ങൾ, അതുപോലെ സ്തോത്രം യൗവനത്തിലെ ലംഘനങ്ങൾ. ലംഘിക്കുക എന്ന് പറഞ്ഞാൽ നിയമത്തെ മറികടക്കുക, ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ, അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനത്തെ, ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന, അല്ലെങ്കിൽ ദൈവം നമ്മെ സ്തോത്രം എങ്ങനെയാകാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ അങ്ങനെ ആകാൻ കഴിയാതെ വണ്ണം ദൈവത്തിന്, അതെ, ദൈവത്തിന്റെ വചനത്തിന് വിരോധമായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ. ആ അവസ്ഥ, അതെ, ഇവിടെ ദാവീദ് പറയുന്നു, എന്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു. അവിടെ താനൊരു വ്യക്തമായിട്ടുള്ള തീരുമാനം എടുക്കുക. അപ്പോഴാണ് അതെ, ഇത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താകുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും. ദൈവത്തെ കണ്ടെത്താകുന്ന ഒരു സമയം. പ്രൈസ് ദി ലോർഡ്. ഞാൻ അതില് എല്ലാ കാര്യങ്ങളും സംസാരിക്കുവാനായിട്ടുള്ള നേരം ഇല്ല. അതുകൊണ്ട് എങ്ങനെ ദാവീദിന്റെ ജീവിതത്തിൽ ദൈവം ദാവീദിനെ എങ്ങനെ കണ്ടെത്തി? പ്രൈസ് ദി ലോർഡ്. നമുക്ക് വേണമെങ്കിൽ ഒരു വാക്യം കൂടെ നാം വായിക്കാം. 2 ശമൂവേലിന്റെ പുസ്തകത്തിലേക്ക് നാം വന്നാല്, 2 ശമൂവേലിന്റെ പുസ്തകം നമുക്ക് വളരെ പരിചയമുള്ള വാക്യമാണ്. അതിന്റെ 7-ാമത്തെ അധ്യായം നാം പഠിക്കുമ്പോൾ, ഓരോ ഭക്തനെയും ദൈവം എങ്ങനെ കണ്ടെത്തി, അത് ദൈവത്തിന്റെ ഉദ്ദേശം അവരുടെ ജീവിതത്തില് എന്താണ് എന്നുള്ള വ്യക്തമായിട്ടുള്ള കാര്യം അത് നാം ഗ്രഹിക്കുമ്പോഴാണ്, അത് വായിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. 7:14 ഒരു വാക്യമുണ്ട്. 2 ശമൂവേല് 7:8. പ്രൈസ് ദി ലോർഡ്. ആകയാൽ നീ എന്റെ ദാസനായി ദാവീദിനോട് പറയേണ്ടത് എന്തെന്നാൽ, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്റെ ജനമായ ഇസ്രായേലിന്മേൽ പ്രഭുവായിരിക്കേണ്ടതിന് ഞാൻ നിന്നെ പുൽപ്പുറത്തു നിന്ന് ആടുകളെ നോക്കി നടക്കുമ്പോൾ തന്നെ എടുത്തു. പ്രൈസ് ദി ലോർഡ്. അപ്പോ ദൈവം നമ്മെ, ദാവീദിനെ കണ്ടെത്തി. ചുമ്മാ ദാവീദ് കാര്യം ശരിക്കും പറഞ്ഞാല് തന്റെ പാപങ്ങളെ അറിയിച്ചു, തന്റെ അകൃത്യങ്ങളെയൊന്നും താൻ മറച്ചില്ല. അത് മാത്രമല്ല, തന്റെ ലംഘനങ്ങളെ ഏറ്റു പറയുമെന്ന് താൻ പറഞ്ഞു. ഇതൊക്കെ തന്റെ ജീവിതത്തിൽ നടന്നു. പക്ഷേ ദൈവത്തിന്റെ ഒരു ചുമ്മാ ഒരു ഉദ്ദേശമില്ലാതെയല്ല ദൈവം കണ്ടെത്തുന്നതും ദൈവം തിരഞ്ഞെടുക്കുന്നതും ദൈവം ഉപയോഗിക്കുന്നതും. ദൈവത്തിന് ആ വ്യക്തിയെക്കുറിച്ച്, ദാവീദിനെ കുറിച്ച് വ്യക്തമായിരിക്കുന്ന ചില ഉദ്ദേശങ്ങളുണ്ട്, ചില ലക്ഷ്യങ്ങളുണ്ട്. ഇവിടെ ദൈവത്തിന്റെ വചനം നാം പഠിക്കുമ്പോൾ, നീ എന്റെ ദാസനായ ദാവീദിനോട് പറയേണ്ടത് എന്തെന്നാൽ, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്റെ ജനമായ ഇസ്രായേലിന്മേൽ പ്രഭുവായിരിക്കേണ്ടതിന്. പ്രഭുവായിരിക്കുവാൻ തക്കവണ്ണമാണ്
ദൈവം ദാവീദിനെ തെരഞ്ഞെടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ദൈവം ദാവീദിനെ വിളിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, എന്തിന് എവിടെ നിന്ന് തെരഞ്ഞെടുത്തു? പുൽപ്പുറത്തു നിന്ന് ആടുകളെ നോക്കി നടക്കുമ്പോൾ തന്നെ എടുത്തു. പുൽപ്പുറത്തുനിന്ന് ആടുകളെ നോക്കി നടക്കുമ്പോൾ. ഒരുപക്ഷെ നമ്മുടെ സിറ്റുവേഷനൊക്കെ വ്യത്യസ്തമായിരിക്കാം. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അനുഭവങ്ങൾ, നമ്മുടെ സിറ്റുവേഷൻ, ഇതെല്ലാം വ്യത്യസ്തമായിരിക്കുന്ന അനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ്, ദൈവം ഒരു ഉദ്ദേശത്തിനായിട്ട്, ഒരു ലക്ഷ്യത്തിനായിട്ട്, ദൈവത്തിന്റെ ഹിതപ്രകാരം ദൈവത്തിന്റെ പ്ലാൻ നിറവേറ്റേണ്ടതിന് ദൈവം നമ്മെ തെരഞ്ഞെടുക്കുന്നു. എന്തിന്? പ്രഭുവായിരിക്കുക. ഇതൊരു പക്ഷേ താൻ ആടുകളെ മേയ്ക്കുമ്പോൾ താൻ അങ്ങനെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടോ നമുക്കറിയത്തില്ല. താൻ ഒരു പ്രഭു ആകുമെന്നോ, താൻ രാജാവാകുമെന്നോ, അല്ലെങ്കിൽ താൻ ഇസ്രായേലിനെ ഭരിക്കുമെന്നോ ഒരുപക്ഷെ ദാവീദിനെ അറിയുമോ എന്ന് എനിക്കറിയത്തില്ല. കാരണം ദാവീദ് ത്യജിക്കപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു, ത്യജിക്കപ്പെട്ട ഒരു പയ്യനായിരുന്നു. അവന്റെ വീട്ടിൽ നിന്ന് ദാവീദ് ഒരു സംഗീതത്തിൽ പറയുന്നുണ്ട്, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു, യഹോവ എന്നെ ചേർത്തുകൊള്ളും. ആരും നമ്മെ ഉപേക്ഷിച്ചാലും, ആരും നമ്മെ തള്ളിക്കളഞ്ഞാലും, നമ്മെ തള്ളിക്കളയാത്ത ഒരു ദൈവം, സ്തോത്രം, നമ്മോട് കൂടെ ഉണ്ട്. ആ ദൈവമാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. ആ ദൈവമാണ് തന്റെ ഉദ്ദേശം നമ്മുടെ ജീവിതത്തിൽ നിവൃത്തി ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ എന്റെ ജനമായ ഇസ്രായേൽ മേൽ പ്രഭുവായിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ആടുകളെ നോക്കി നടക്കുക. പക്ഷെ വേറൊരു കാര്യം കൂടെ നാം ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ശരിക്കും സ്തോത്രം, തന്റെ ഫിസിക്കൽ ലൈഫില് താൻ വളരെ അധ്വാനിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അധ്വാനിക്കുക തന്നെയല്ല, താൻ വളരെയധികം ഉത്തരവാദിത്വമുള്ളവനായിരുന്നു. തന്റെ പിതാവ് തന്നെ ത്യജിച്ചാലും, തന്റെ മാതാവോ തന്റെ സഹോദരന്മാരെ തന്നെ ത്യജിച്ചാലും, ദൈവം തനിക്ക് കൊടുത്തിരിക്കുന്ന, അല്ലെങ്കിൽ ആ ആടുകളിന്മേലുള്ള ഉത്തരവാദിത്വം വളരെ മനോഹരമായിട്ട് ദാവീദ് നിവർത്തിക്കുവാൻ തക്കവണ്ണമായിട്ട് തീർന്നു. കാരണം സിംഹം വന്നപ്പോഴും, അതുപോലെ സ്തോത്രം കരടി വന്നപ്പോഴൊക്കെ ദാവീദ് ആ സിംഹത്തേക്ക് അടിച്ചു കൊന്ന്, കരടിയൊക്കെ അടിച്ചു കൊന്ന് ആ അപ്പന്റെ ആടുകളെ വളരെ മനോഹരമായിട്ട് പരിപാലിക്കുന്ന ഒരു ഉത്തരവാദിത്വം, അത് ദൈവം തന്റെ രഹസ്യ ജീവിതത്തിൽ കണ്ടു. പ്രൈസ് ദി ലോർഡ്. തനിക്ക് വേണമെങ്കിൽ ചിന്തിക്കാം, സിംഹം വന്നു, പോട്ടെ, 10 ആടങ്ങ് പോട്ടെ, അങ്ങ് ചത്തുപോട്ടെ, അല്ലെങ്കിൽ അതിനെ പിടിച്ചോണ്ട് പോട്ടെ, എനിക്കത് വിഷയമല്ല, കാരണം എൻ്റെ അപ്പൻ എന്നെ സ്നേഹിക്കുന്നില്ല, അമ്മ എന്നെ സ്നേഹിക്കുന്നില്ല. അങ്ങനെയല്ല ദാവീദ് പറഞ്ഞ്, തനിക്ക് തന്റെ ജീവിതത്തിന്റെ അവസ്ഥയിൽ ഏത് നിക്ഷിപ്തമായിരുന്നോ ആ അവസ്ഥയിലും ആ സാഹചര്യത്തിലും ദൈവസന്നിധിയിൽ താൻ വിശ്വസ്തനായിരുന്നു ദാവീദിന്റെ ഒരു ക്വാളിറ്റി അത്. പ്രൈസ് ദി ലോർഡ്. സിംഹം വന്നപ്പോഴും, പുലി കരടി വന്നപ്പോഴും താൻ അവിടെ വെറുതെ ഇരിക്കുകയല്ല, അവിടെ ആ ആടുകളെ ആ സിംഹത്തിന്റെ വായിൽ നിന്ന് വിടുവിച്ച് സിംഹത്തിനെ അടിച്ചു കൊന്നു. അതിന്റെ അർത്ഥം, അപ്പോൾ ദൈവം അവിടെ ഒരു കാര്യം തീരുമാനമെടുത്തു, ഇവനെ എന്താക്കാം? പ്രഭുവാക്കി മാറ്റാം. നാം ദൈവസന്നിധിയിൽ ദൈവം നമ്മെ ഏൽപ്പിച്ച കാര്യത്തിൽ നാം വിശ്വസ്തനായിരുന്നാൽ നിശ്ചയമായും ദൈവം അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് ദൈവം നമ്മെ കൊണ്ടുപോകാൻ തക്കോണം ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ കാരണം ഏത് വിഷയത്തിൽ ഇപ്പോൾ നാം ഇരിക്കുന്നുവോ, ഏതവസ്ഥയിൽ നാം ഇരിക്കുന്നുവോ, നാം ദൈവത്തിന്റെ മുമ്പിൽ നമ്മുടെ അകത്തും പുറത്തും നാം വിശ്വസ്തതയുള്ളവനായിരുന്നാൽ, അല്ലെങ്കിൽ ദൈവത്തിന് പ്രിയമുള്ളവനായിരുന്നാൽ, സ്തോത്രം, നിശ്ചയമായിട്ടും ദൈവം അതിന്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മെ കൊണ്ടുപോകാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അതുപോലെ വേറൊരു വാക്യം നാം വായിക്കാം. ഇപ്പൊ ദൈവത്തിന്റെ ഓരോ ഭക്തനും തന്നെ കണ്ടെത്താവുന്ന കാലത്തെ യഹോവയോട് പ്രാർത്ഥിക്കും. ദൈവത്തെ കണ്ടെത്താകുന്ന ഒരു കാലമുണ്ട്. ഓരോ വ്യക്തികൾക്കും അത് വ്യത്യസ്തമായിരിക്കുന്ന കാലമാണ്. വ്യത്യസ്തമായിരിക്കുന്ന സമയത്തിലാണ് ദൈവം കണ്ടെത്തുന്നത്. ഒരുപക്ഷെ ദാവീദിന്റെ യൗവന പ്രായത്തിലാണ്, സ്തോത്രം, അവൻ അഭിഷേകം ചെയ്യപ്പെട്ടത്. യൗവന പ്രായത്തിൽ അഭിഷേകം ചെയ്യപ്പെട്ടു. ഹല്ലേലൂയ. ആ യൗവന പ്രായത്തിൽ നിന്നാണ് താൻ പുൽപ്പുറത്ത് ആടുകളെ നോക്കി നടത്തുമ്പോൾ, ഞാൻ വിശ്വസിക്കുന്നു ഒരു 17 വയസ്സ് അല്ലെങ്കിൽ 16 വയസ്സ് ഒരുപക്ഷെ അവന് ആ സമയത്ത് ഉണ്ടായിരിക്കും. പക്ഷെ ആ സമയത്ത് ദൈവം അവനെ വിളിച്ച്, സ്തോത്രം, പ്രഭുവായിട്ട് അവനെ അഭിഷേകം ചെയ്യാൻ തക്കവണ്ണം തീർന്നു. വേറൊരു വാക്യം കൂടി നാം വായിച്ചാൽ, യിരെമ്യാവിന്റെ പുസ്തകത്തിലേക്ക് നാം വന്നാൽ, യിരെമ്യാവിന്റെ പുസ്തകം അതിന്റെ 1-ാം അധ്യായത്തിലേക്ക് നാം വന്നാൽ, പ്രൈസ് ദി ലോർഡ്, ഇവിടെ യിരെമ്യാവിനെ ദൈവം എങ്ങനെ കണ്ടെത്തിയെന്ന് നമുക്ക് വായിക്കാൻ പറ്റും. ഹല്ലേലൂയ. യിരെമ്യാവിന്റെ പുസ്തകം അതിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ സ്തോത്രം, നമുക്ക് അതിന്റെ 4-ാം വാക്യം നമുക്ക് വായിക്കാം. യിരെമ്യാവിന്റെ പുസ്തകം 1:4. യഹോവയുടെ അരുളപ്പാട് എനിക്ക് ഉണ്ടായതെന്നാൽ,
നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. യിരെമ്യാവിന്റെ അദ്ദേഹത്തെ അല്ലെങ്കിൽ ദാവീദിനെ കണ്ടെത്തിയത് ഒരു പ്രഭുവായിട്ട് കണ്ടെത്തിയത്. സ്തോത്രം. യിരെമ്യാവിനെ കണ്ടെത്തിയത് നിന്റെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. എന്നാൽ ഞാൻ അയ്യോ യഹോവയായി കർത്താവ് എനിക്ക് സംസാരിപ്പാൻ അറിഞ്ഞുകൂടാ, ഞാൻ ബാലനല്ലോ എന്ന് പറഞ്ഞു. അപ്പോ സ്തോത്രം, നമ്മുടെ ക്വാളിറ്റി നോക്കിയല്ല ദൈവം നമ്മെ വിളിക്കുന്നത്, നമ്മുടെ ഗുണത്തെ നോക്കിയല്ല. സ്തോത്രം. ദൈവം നമ്മുടെ അല്ലെങ്കിൽ ആ വിദ്യാഭ്യാസത്തെ നോക്കിയല്ല നാം വിളിക്കുന്നത്. ഇവിടെ നാം വായിക്കുമ്പോൾ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ്, നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് അത് ബുദ്ധിമുട്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. ഹല്ലേലൂയ. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജാതികൾക്ക് പ്രവാചകനാക്കി നിയമിച്ചിരിക്കുന്നു. ഒന്ന്, ദാവീദിനെ പ്രഭുവാക്കി ദൈവം തെരഞ്ഞെടുത്തു, രാജാവാക്കി ദൈവം തെരഞ്ഞെടുത്തു. അത് പുൽപ്പുറത്തിന്റെ അവസ്ഥയിൽ നിന്ന് ആടുകളെ നോക്കി നടത്തുമ്പോൾ, അതുപോലെ ഇവിടെ ഒരു ഗർഭപാത്രത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഒരാളെ ദൈവം അറിയുകയാണ്, വിളിക്കുകയാണ്, അവനെ വിശുദ്ധീകരിക്കുകയാണ്, അവന് സ്തോത്രം, അവന് അപ്പോയിന്റ്മെന്റ് ലെറ്ററും കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ശരിക്കുള്ള നാം ചിന്തിച്ചാല് സ്തോത്രം, അവൻ ഗർഭപാത്രത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ അവന് ദൈവം അപ്പോയിന്റ്മെന്റ് ലെറ്റർ കൊടുത്തു. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ദൈവം എത്രയോ മഹാൻ, നമ്മുടെ ദൈവം എത്രയോ വലിയ ദൈവം. നാം ആരാധിക്കുന്ന ദൈവം ആരാ? നാം സ്തുതിക്കുന്ന ദൈവം ആരാ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതായത് ഒരുവന്റെ ജീവിതത്തിൽ ഒന്നുമില്ലാതിരിക്കുമ്പോൾ, സ്തോത്രം, സ്തോത്രം, ഒരു ഗർഭപാത്രത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ അവന് അപ്പോയിന്റ്മെന്റ് കൊടുക്കുന്ന ദൈവം, സ്തോത്രം, അവന് ഇന്നവനാകുമെന്ന് സ്തോത്രം വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ പല സാഹചര്യങ്ങൾ കുഴഞ്ഞു മറിഞ്ഞു കിടന്നാലും ആ സാഹചര്യങ്ങളെ വ്യക്തതയിലേക്ക് കൊണ്ടുവരുവാൻ നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഏത് സാഹചര്യത്തിൽ കൂടെ നാം കടന്നു പോകുമ്പോഴും, ഒരുപക്ഷെ നാം ബലഹീനനായിരിക്കാം, ഒരുപക്ഷെ നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കാതിരിക്കാം, ഒരുപക്ഷെ നാം പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് ഒരു വിടുതൽ ഇല്ലാതെ നാം ഇപ്പൊ ഇരിക്കാം. പക്ഷേ സ്തോത്രം, വ്യക്തമായി ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നത്, ഇപ്പോൾ നാം ഒന്നും കാണുന്നില്ലെങ്കിലും, ഇപ്പോൾ നാം ഒന്നും അറിയുന്നില്ലെങ്കിലും, ഇപ്പോൾ നാം ഒന്നും ഗ്രഹിക്കുന്നില്ലെങ്കിലും, ഇപ്പോൾ നാം ഒന്നും മനസ്സിലാക്കുന്നില്ലെങ്കിലും, അയ്യോ ഇനി എന്ത് എന്ന ചോദ്യചിഹ്നം നമ്മുടെ മുമ്പിലുണ്ടെങ്കിലും, അതിന്റെ നടുവിൽ പ്രവർത്തിക്കുന്ന ജീവനുള്ള ദൈവത്തെ നാം ഇന്ന് ആരാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ദൈവം ഇന്നും ജീവിക്കുന്നു. വ്യക്തമായിട്ട് സ്തോത്രം, സ്തോത്രം പറയുകയാണ്, ഉദരത്തിൽ ഉരുവാക്കിയതിനു മുമ്പേ, നമ്മെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുമ്പേ കണ്ട ഒരു ദൈവമുണ്ട്, നമ്മെ വിളിച്ച ദൈവമുണ്ട്, നമ്മെ വേർതിരിച്ച ദൈവമുണ്ട്, നമ്മെ ശുദ്ധീകരിച്ച ദൈവമുണ്ട്, ചില സ്ഥാനങ്ങളിൽ ആക്കുന്ന ദൈവമുണ്ട്, ആക്കിയ ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആക്കാൻ പോകുന്ന അനുഭവങ്ങൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എന്നിട്ട് ഞാൻ നിന്നെ അറിഞ്ഞു, നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്ത് വന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. പ്രൈസ് ദി ലോർഡ്. ദൈവം വിശുദ്ധീകരിച്ചു. ദൈവം വിശുദ്ധീകരിച്ചതിനെ ആര് കുറ്റം ചുമത്തും? പ്രൈസ് ദി ലോർഡ്. നീതീകരിക്കുന്നവൻ ദൈവമാ, വിശുദ്ധീകരിക്കുന്നവൻ ദൈവമാ, കരുണ കാണിക്കുന്നവൻ ദൈവമാ, വിളിക്കുന്നവൻ ദൈവമാ, വേർതിരിക്കുന്നവൻ ദൈവമാ, അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നവൻ ദൈവമാ, സഹായിക്കുന്നവൻ ദൈവമാ, കൂടെ ഇരിക്കുന്നവൻ ദൈവമാ, വിടുവിക്കുന്നവൻ ദൈവമാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, ജാതികൾക്ക് പ്രവാചകനായി. ചില അപ്പോയിന്റ്മെന്റ് ലെറ്റർ അവൻ ജനിക്കുന്നതിന് മുമ്പേ ദൈവം എഴുതി വെച്ചേക്കുക. ഹല്ലേലൂയ. നാം ജനിക്കുന്നതിന് മുമ്പേ ദൈവം ചില കാര്യങ്ങളെ നിജപ്പെടുത്തി വെച്ചിട്ടുണ്ട്, ചില കാര്യങ്ങളെ ദൈവം പ്ലാൻ ചെയ്തിട്ടുണ്ട്.
പക്ഷേ അത് നാം ഈ ദിവസങ്ങളിൽ കണ്ടുപിടിക്കുക, അതിലേക്ക് നടക്കുവാൻ തക്കവണ്ണം, അതിലേക്ക് എത്തിച്ചേരുവാൻ തക്കവണ്ണം നാം ആഗ്രഹിക്കുക, അതിലേക്ക് എത്തിച്ചേരുവാൻ തക്കവണ്ണം നാം ദൈവത്തോട് പ്രാർത്ഥിക്കുക, അതിലേക്ക് എത്തിച്ചേരുവാൻ തക്കവണ്ണം നാം ദൈവത്തോട് ചേർന്നിരിക്കുക, അതിലേക്ക് എത്തിച്ചേരുവാൻ തക്കവണ്ണം നാം ദൈവത്തെ വിശ്വസിക്കുക. പ്രൈസ് ദി ലോർഡ്. നാം അങ്ങനെ ചെയ്യുമ്പോൾ, ഹല്ലേലൂയ, നാം അങ്ങനെ ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ ശരിயான ദിശയിലേക്ക് കൊണ്ടുവരും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ശരിയായ ദിശയിലേക്ക് നമ്മെ നടത്തും. പരിശുദ്ധാത്മാവ് ശരിயான ദിശയിലേക്ക് നമ്മെ ലീഡ് ചെയ്യും. പരിശുദ്ധാത്മാവ് ശരിயான ദിശയിലേക്ക് നമ്മെ, അതേ സ്തോത്രം, നമ്മെ ഉരുവാക്കും, അല്ലെങ്കിൽ നമ്മെ പണിയും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ശരിயான ദിശയിൽ നമുക്ക് ചില ദർശനങ്ങളെ കാണിക്കും. പരിശുദ്ധാത്മാവ് ശരിയായ ദിശയിൽ നമ്മളോട് ഹൃദ്യമായി സംസാരിക്കും. പരിശുദ്ധാത്മാവ് ശരിயான ദിശയിൽ നമ്മോട് ഇടപെടും. അതൊരു പക്ഷെ നമ്മുടെ തനിമയിലായിരിക്കും. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദാവീദിനെ ദൈവം തെരഞ്ഞെടുത്തത് പ്രഭുവാക്കി തെരഞ്ഞെടുത്തു, അഭിഷിക്തനാക്കി തെരഞ്ഞെടുത്തു, ഇസ്രായേലിന്റെ മധുരഗായനാക്കി തെരഞ്ഞെടുത്തു, ഇസ്രായേലിന്റെ അതെ രാജാവാക്കി തെരഞ്ഞെടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിന് നന്ദി. എവിടെ നിന്ന്? പുൽപ്പുറത്ത് നിന്ന് ആടുകളെ നോക്കി നടക്കുമ്പോൾ. പ്രൈസ് ദി ലോർഡ്. ഒന്നും കാണാതിരിക്കുമ്പോൾ, ഒന്നും അറിയാതിരിക്കുമ്പോൾ, ഒന്നും ഗ്രഹിക്കാതിരിക്കുമ്പോൾ ദൈവം നമ്മിൽ വെച്ചിരിക്കുന്ന ചില പ്ലാനുകൾക്കായി ഞാൻ ദൈവത്തെ ഹല്ലേലൂയ ജീവിക്കുന്നു. ആ ദൈവം ഇന്നും നമ്മെ പരിപാലിക്കുന്നു. ആ ദൈവം ഇന്നും നമ്മെ സൂക്ഷിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. അതുപോലെ തന്നെ എന്തിനാ? ചില കാര്യങ്ങൾ അവനെ കുറിച്ച് ചെയ്യുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നമ്മളത് ഒന്ന് അതിന്റെ 9 അവനൊരു കാര്യം അവിടെ പറയും. നമ്മൾ എക്സ്ക്യൂസ് പറയുന്നുണ്ട്. നമ്മൾ എക്സ്ക്യൂസ് പറയണ്ട. ദൈവത്തിന്റെ മുമ്പിൽ എക്സ്ക്യൂസ് വേണ്ട. ദൈവത്തിന് കഴിയാത്തൊരു കാര്യമില്ല. നമ്മുടെ ജീവിതത്തിൽ നാം പലതിലും കുറവുള്ളവരാണ്. അതെ, ഇരമ്യാവ് ഒരു കാര്യം പറയുന്നുണ്ട്, ഞാൻ ബാലനാ, ഉത്തരവാദിത്വം വലുതാ, ഞാൻ ചെറുതാ, എനിക്ക് ഗ്രഹിക്കാൻ കഴിയുന്നില്ല, എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. സ്തോത്രം. എന്നാൽ ദൈവത്തിന്റെ അതെ ഇരമ്യാവോട് പറയുകയാണ്, അതെ സ്തോത്രം, ഹല്ലേലൂയ. ഒന്ന്, ഞാൻ അയ്യോ യഹോവേ, എനിക്ക് സംസാരിക്കുവാൻ അറിയില്ല. പ്രൈസ് ദി ലോർഡ്. അല്ലേ? ഒരു പ്രവാചകൻ എന്ന് പറഞ്ഞാൽ സ്തോത്രം സംസാരിക്കുന്നവനാകണം. സ്തോത്രം. ജനത്തിനെ പ്രസന്റ് ചെയ്യുന്നവനാകണം. ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കുന്നവനാകണം. വരാൻ പോകുന്ന വിഷയങ്ങളെ, പാപങ്ങളെ, അല്ലെങ്കിൽ അതേ സ്തോത്രം ചിലപ്പോൾ ഒരു സമൂഹത്തിന് മുമ്പിൽ നിന്ന് അതേ സ്തോത്രം പ്രസംഗിക്കുന്നവനാകണം. ദൈവിക ദൂതുകൾ അറിയിക്കുന്നവനാകണം. പക്ഷേ താനിവിടെ പറയുകയാണ്, എന്നെ കൊണ്ട് കഴിയത്തില്ല, എന്നെ കൊണ്ട് സാധിക്കുന്നില്ല. സ്തോത്രം. എന്നെ കൊണ്ട്, കാരണം എനിക്ക് സംസാരിക്കാൻ അറിയില്ല. 2, ഞാൻ ബാലനാണ്, എനിക്ക് ഒന്നും അറിയില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇരമ്യാവിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തന്റെ ആ ഉള്ള സാഹചര്യത്തെ, അല്ലെങ്കിൽ തന്റെ ഉള്ള പരിമിതികളെ ദൈവത്തോട് അറിയിക്കുന്ന സ്തോത്രം ഇരമ്യാവ്. തന്റെ ഉള്ള വിഷയങ്ങളെ ദൈവത്തോട് അറിയിക്കുന്ന ഇരമ്യാവ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ സാഹചര്യങ്ങൾ എന്തായിക്കൊള്ളട്ടെ, നമ്മുടെ പരിമിതികൾ എന്തായിക്കൊള്ളട്ടെ, ഒരുപക്ഷെ നമ്മൾ ചെയ്യാൻ കഴിയാത്ത സാഹചര്യങ്ങളായിരിക്കും ദൈവം നമ്മളോട് പറയുന്നത്. പക്ഷേ നമ്മോട് കൂടെ ഒരുവൻ ഇരിക്കുന്നുണ്ട്. കർത്താവ് നമ്മോട് കൂടെ ഇരുന്നാൽ, കർത്താവ് നമ്മെ നടത്തിയാൽ, കർത്താവ് നമ്മിൽ അത് ഇരുന്നാൽ, സ്തോത്രം, ഹല്ലേലൂയ, ഏത് സാഹചര്യങ്ങളുടെ മേലും അതെ സ്തോത്രം. അത് തന്നെയല്ല, കൊടുക്കുന്ന ഉത്തരവാദിത്വം വളരെ വലിയ ഉത്തരവാദിത്വമാണ്. പ്രൈസ് ദി ലോർഡ്.
അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ സംസാരിക്കാൻ അറിയില്ല, ഞാൻ ബാലനാണ്. സ്തോത്രം, ഹല്ലേലൂയ. കർത്താവിനെ പറഞ്ഞ്, ഞാൻ ബാലൻ എന്ന് നീ പറയരുത്. അയ്യോ, ഞാൻ ബാലൻ എന്ന് പറയരുത്. സ്തോത്രം, ദൈവമാ ഞാനാ നിന്നെ വിളിച്ചത്, ഞാനാ നിന്നെ വേർതിരിച്ചത്. അമ്മയുടെ ജനനത്തിന് മുമ്പേ, അമ്മയുടെ ഗർഭപാത്രത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പ് ഞാനാ നിന്നെ കണ്ടത്, ഞാനാ നിന്നെ വിശുദ്ധീകരിച്ചത്. സ്തോത്രം, ഞാനാ നിന്നെ ജാതികൾക്ക് പ്രവാചകനാക്കി വെച്ചത്. ഇത് ഞാനാ ചെയ്യുന്നത്. സ്തോത്രം, നീയല്ല. നീ നിന്നാൽ മതി. ഞാൻ പറയുന്ന കാര്യത്തെ നീ പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞിട്ട് നീ പറഞ്ഞാൽ മതി. ഞാൻ നിന്നെ കാണിക്കുന്ന വിഷയങ്ങൾ നീ പറഞ്ഞാൽ മതി. ഞാൻ നിന്നോട് സംസാരിക്കുന്ന വിഷയങ്ങൾ നീ പറഞ്ഞാൽ മതി. സ്തോത്രം, ദർശനങ്ങളെ എന്താന്ന് നീ പറഞ്ഞാൽ മതി. ഹല്ലേലൂയ. നീ ബാലൻ എന്ന് പറയണ്ട. കാരണം ഞാനാ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത്, ഞാനാ നിന്നെ വിളിച്ചിരിക്കുന്നത്, ഞാനാ നിന്നെ ശുദ്ധീകരിച്ചിരിക്കുന്നത്. സ്തോത്രം, അത് മാത്രമല്ല, വേറെ കാര്യം കൂടെ അവിടെ പറയുന്നുണ്ട്. സ്തോത്രം, യഹോവയോട് അരുളിച്ചെയ്തു, ഞാൻ ബാലൻ എന്ന് നീ പറയരുത്, ഞാൻ നിന്നെ അയക്കുന്ന ഏവരുടെ അടുക്കൽ നീ പോകുകയും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും സംസാരിക്കുകയും വേണം. സ്തോത്രം, സംസാരിക്കത്തക്ക നിലവിൽ എല്ലാവരുടെയും മുമ്പിൽ നിൽക്കത്തക്ക ദൈവത്തിന്റെ ഒരധികാരത്തെ ദൈവത്തിന്റെ ആത്മാവ്. പ്രൈസ് ദി ലോർഡ്. ഭയപ്പെടണ്ട, ഭ്രമിക്കണ്ട. സ്തോത്രം, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും, എന്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിന്നെ സഹായിക്കുന്ന ദൈവമാണ്, ഞാൻ നിന്നെ ശക്തീകരിക്കുന്ന ദൈവമാണ്, എന്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് പറയുകയാണ്, സ്തോത്രം, നീ അവരെ ഭയപ്പെടരുത്. യെസ്, ഏത് സാഹചര്യത്തിൽ ഇപ്പോൾ നാം ഇരിക്കുന്നുവോ, ഏത് ഭയത്തിന്റെ വിഷയത്തിൽ നാം ഇരിക്കുന്നുവോ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു, നീ ഭയപ്പെടേണ്ട, നീ ഭയപ്പെടേണ്ട. എന്നിട്ട് സ്തോത്രം, നീ ഭയപ്പെടേണ്ട. സ്തോത്രം, എന്നിട്ട് പറയാന്നു, അതെ, ഞാൻ നിന്നെ അയക്കുന്നവരുടെ ഏവരുടെയും അടുക്കൽ നീ പോകുകയും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെ സംസാരിക്കുകയും വേണം. ഞാൻ കൽപ്പിക്കുന്നത്, ഞാൻ സംസാരിക്കുന്നത് സംസാരിക്കണം. ഇനി നിന്റെ വായിൽ നിന്റെ വചനമല്ല, എന്റെ വചനം. നിന്റെ ഹൃദയത്തിൽ നിന്റെ അതേ ചിന്തകളല്ല, എന്റെ ചിന്ത, എന്റെ ആലോചന. സ്തോത്രം, ഞാൻ എന്ത് നിന്നോട് സംസാരിക്കുന്നുവോ അത് നീ സംസാരിക്കും. ഒരു ദൈവത്തിന്റെ നാവായി, പ്രൈസ് ദി ലോർഡ്, അതെ, ദൈവത്തിന്റെ നാവായി ദിവസങ്ങൾ നാം മാറണം. പരിശുദ്ധാത്മാവിൽ ദൈവത്തിന്റെ നാവായി, ദൈവത്തിന്റെ ശബ്ദമായി, ദൈവത്തിന്റെ പ്രവാചകനായി, ദൈവത്താൽ അതേ സ്തോത്രം തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയായി, ദൈവത്തിനെ പ്രയോഗിക്കുവാൻ കഴിവുള്ള ഒരു നല്ല ആയുധമായി, കർത്താവ് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമായി പരിശുദ്ധാത്മാവിൽ നാം ഈ ദിവസങ്ങളിൽ ദൈവത്തോട് ചേർന്നിരുന്നാൽ, ദൈവം ഏത് ദിശയിൽ, ഏത് ഇടത്ത്, എന്ത് വിഷയത്തിൽ നമ്മെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ അന്ത വിഷയത്തിൽ ദൈവത്തിന്റെ ആത്മാവിനാൽ ദൈവിക സമയത്ത് നമ്മെ ഉപയോഗിക്കും. ദൈവത്തെ കണ്ടെത്താകുന്ന സമയത്ത് നാം അവനെ കണ്ടെത്തും. അതെ, ദൈവം അവൻ അടുത്തിരിക്കും. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അതില് കൃപയാൽ വരുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ അതിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഇവിടെ പിന്നെ സ്തോത്രം, യഹോവ കൈ നീട്ടി എന്റെ വായെ തൊട്ടു. ഞാൻ എന്റെ വചനങ്ങൾ ഇതിന്റെ വായിൽ തന്നിരിക്കുന്നു. കണ്ടോ? സ്തോത്രം, ദൈവം ചില വിഷയങ്ങൾ സഡൻലി ചെയ്യും. നാം നനയ്ക്കാത്തതും നിരൂപിക്കാത്തതും ചിന്തിക്കാത്തതും വിചാരിക്കാത്തതും ഓർക്കാത്തതുമായി ചില വിഷയങ്ങൾ പരിശുദ്ധാത്മാവ് പെട്ടെന്ന് ചെയ്യും. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് പെട്ടെന്ന് ചെയ്യും. ഹല്ലേലൂയ. വായെ തൊട്ടു. ആര് തൊട്ടു? ദൈവം തൊട്ടു. ദൈവം നമ്മെ തൊടുന്നത് തിന്മയ്ക്കല്ല, നന്മയ്ക്ക. ദൈവം നമ്മെ വിടുവിക്കുക, ദൈവം നമ്മെ രക്ഷിക്കുകയാണ്,
ദൈവം നമ്മെ സഹായിക്കുകയാണ്. ദൈവം നമ്മെ ഉപയോഗിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്റെ വായെ തൊട്ടു, എന്റെ വചനങ്ങളെ നിന്റെ വായിൽ തന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് മുതൽ ഒരു മാറ്റത്തിനായി തയ്യാറായിക്കൊണ്ട്, ഇന്ന് മുതൽ ഒരു വിടുതലായി തയ്യാറായിക്കൊണ്ട്, ഇന്ന് മുതൽ ഒരു രക്ഷയ്ക്കായി തയ്യാറായിക്കൊണ്ട്, ഇന്ന് മുതൽ ഒരു 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 വലിയ വ്യത്യാസത്തിനായി തയ്യാറായിക്കൊണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്റെ വചനങ്ങളും എന്റെ വായിൽ തന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ചിലതിനെ നിർമൂലമാക്കുക, ചിലതിനെ പൊളിക്കുക, ചിലതിനെ നശിപ്പിക്കുക, ചിലതിനെ ഇടിച്ചു കളയുക, ചിലതിനെ പണിയുക, ചിലതിനെ നടുക. ഞാൻ നിന്നെ ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കി വെച്ചിരിക്കുന്നു എന്ന് യഹോവ കൽപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ചിന്തിച്ച എന്നാ ബാലന, സംസാരിക്കാൻ അറിവില്ലാത്തവനെ കൊണ്ട് ഇപ്പോൾ സംസാരിക്കാൻ പാടുപെടുന്ന ചില അവസ്ഥകളെ പരിശുദ്ധാത്മാ മാറ്റാൻ പോവാ. പ്രൈസ് ദി ലോർഡ്. സംസാരിക്കുവാൻ ബുദ്ധിമുട്ടുള്ള ചില അനുഭവങ്ങളെ, ചില ബലഹീന അനുഭവങ്ങളെ ദൈവം നീക്കി നമ്മെ ബലപ്പെടുത്തുന്ന ദൈവം, നമ്മെ ശക്തീകരിക്കുന്ന ദൈവം, നമ്മെ ഉപയോഗിക്കുന്ന ദൈവം, നമ്മെ സഹായിക്കുന്ന ദൈവം, ദൈവത്തിനായി ദൈവത്തിന്റെ നാവാക്കി പരിശുദ്ധാത്മാവ് നമ്മെ മാറ്റാൻ പോവുകയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മെ ദൈവകരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിക്കാമോ? ദൈവത്തിന്റെ മുഖത്തേക്ക് നാം നോക്കാമോ? ദൈവത്തിൽ നാം ആശ്രയിക്കുന്നെങ്കിൽ, ദൈവത്തിന്റെ മുഖത്തേക്ക് നാം നോക്കുന്നുവെങ്കിൽ, നാം ദൈവത്തെ നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്നുവെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, യഹോവയെ കണ്ടെത്താകുന്ന സമയത്ത് അവനെ അന്വേഷിക്കുക. ഈ ദിവസങ്ങളിൽ അന്വേഷിക്കുന്നവരുടെ കൂട്ടത്തിലേക്ക്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അന്വേഷിപ്പാൻ, മുട്ടുവാൻ, യാചിപ്പാൻ ആ ഒരു അനുഭവം നിരന്തരമായിട്ട് നാം ചെയ്യുന്നെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ പരിശുദ്ധാത്മാവ് ഇന്നു മുതൽ ചെയ്യും. ഹല്ലേലൂയ. ഇന്നു മുതൽ യഹോവയെ കണ്ടെത്താകുന്ന സമയത്ത് അവനെ അന്വേഷിപ്പിൻ. അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പിൻ. ഹല്ലേലൂയ. അവൻ അടുത്തിരിക്കുന്നു. ദൈവം നമ്മുടെ അടുത്ത് വന്നിരിക്കുക. ദൈവത്തിന് നമ്മളോട് സംസാരിക്കാൻ താല്പര്യമുണ്ട്. ദൈവത്തിന് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ താല്പര്യമുണ്ട്. ദൈവം നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ദൈവം തന്നോട് നമ്മെ അടുപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇങ്ങനെ ഉരുണ്ടു പുരണ്ടു പോകുകയല്ല ഇന്നത്തെ അവസ്ഥ. അതൊരു മാറ്റത്തിലേക്കും, അതൊരു രക്ഷയിലേക്കും, അതൊരു ഉത്തരവാദിത്വത്തിലേക്കും, അതൊരു വിടുതലിലേക്കും പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും കൊണ്ടുവരട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇത്രയും നേരം ദൈവത്തിന്റെ വചനം സംസാരിപ്പാൻ പ്രിയ ദൈവദാസൻ തന്ന സമയത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് പ്രിയ സഭയോടുള്ള ദൈവദാസനോടും കുടുംബത്തോടും കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരുള്ള അതേ ക്രിസ്തുവിന്റെ സ്നേഹത്തിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ ചുരുക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പേഴ്സണൽ കുമാർ കൺക്ലൂഡ് ചെയ്യുന്നോ അതോ അനീഷിനോട് പറഞ്ഞത്? അതുകൊണ്ട് സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനമാണ് നമ്മളെ കേൾപ്പിച്ചത്. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായെന്നാൽ യെരമ്യാവിനോട് പറയാം, നിന്നെ ഉദരത്തിൽ ഉരുവാക്കുന്നതിന് മുമ്പേ, നിന്നെ അറിഞ്ഞ് ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ വിശദീകരിച്ച് ആ വചനമാണല്ലോ നമ്മളെ കേൾപ്പിച്ചത്. നമ്മളെ അറിയുന്ന ദൈവം, നമ്മളെ ഹല്ലേലൂയ കണ്ട ദൈവം, ദാവീദിനെ കണ്ട ദൈവം. ഹല്ലേലൂയ. എന്നാൽ അതിന് മുൻപായിട്ട് ദേവദാസൻ തുടങ്ങിയത് യഹോവയെ കണ്ടെത്താകുന്ന സമയത്ത് അവനെ അന്വേഷിപ്പീൻ, അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പീൻ. എന്നാൽ ഇനി സമയം ഇല്ലാതാകാൻ പോകുന്ന ഒരു സമയത്തിലേക്ക് നമ്മൾ വരികയാണ്. വെളിപ്പാട് പുസ്തകത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ കാണാം,
അനീതി ചെയ്യുന്നവൻ ഇനി അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനി അഴുക്കാടട്ടെ, നീതിമാൻ ഇനി നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനി തന്നെ വിശദീകരിക്കട്ടെ. സമയമില്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ കടന്നു പോകാൻ പോവുക. എന്നാൽ ഇപ്പോഴേ ഈ സമയം ഏറ്റവും അടുത്തിരിക്കുന്ന, യഹോവയെ കണ്ടെത്താവുന്ന സമയമായത്, അന്വേഷിക്കേണ്ട സമയമാണ്, അടുത്തിരിക്കുന്ന സമയമാണ്. ഈ എന്തുവാ അവൻ അടുത്തിരിക്കുന്നു പറയുമ്പോൾ എന്തുവാ? ദൈവവചനം നമ്മുടെ അടുത്തിരിക്കുക. നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാൻ ദൈവദാസൻ പാസ്റ്റർ ജോയ്സ് മാത്യൂസ് പ്രാർത്ഥിച്ച് പാസ്റ്റർ സുനിൽകുമാർ ആശീർവാദം പറഞ്ഞ് നമുക്ക് ഹല്ലേലൂയ ഇവിടെ ഈ സെഷൻ പൂർണ്ണമാക്കാമല്ലോ. ദൈവം അനുഗ്രഹിക്കട്ടെ. പാസ്റ്റർ ജോയ്സ് മാത്യു പ്രാർത്ഥിച്ചാട്ട്. ഏതാസും ജോയ്സ് മാത്യു ഇല്ലയോ? അല്ല, ലീവായെന്ന് തോന്നുന്നു. ഒരു കാര്യം ഇവിടെ ഒന്ന് പ്രാർത്ഥനയിൽ ഓർക്കണേ. നമ്മുടെ Yeah. സോമിനിയുടെ ഹസ്ബൻഡിന് ഇന്നലെ പെട്ടെന്നൊരു അസ്വസ്ഥത ഉണ്ടായിട്ട് വെന്റിലേറ്ററിലേക്ക് പിന്നെ ഷിഫ്റ്റ് ചെയ്തു. പിന്നെ ഹാർട്ട് അങ്ങോട്ട് ഇത് ചെയ്യാതെ സ്ട്രൈക്ക് ആയതുപോലൊക്കെ ഒരു ഫീലിംഗ് ഉണ്ടായി. പെട്ടെന്ന് ഒരു വെന്റിലേറ്ററിലേക്ക് ആക്കിയിട്ടുണ്ട്. ഒത്തിരി രാത്രി വൈകി അല്പമായിട്ടുള്ളൊരു സാവകാശം ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഇന്നിപ്പം രാവിലെ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുത്തിട്ടില്ല. അതുകൊണ്ട് പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കണം. ഓക്കെ, കേട്ടല്ലോ. ജോയ്സ് മാത്യു ഉണ്ടോ? ദൈവദാസനുണ്ടോ? എന്ന് ഉണ്ട്. പ്രാർത്ഥിച്ചാട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഒന്ന് പറയാം. ഞാനതങ്ങ് നമ്മുടെ സിസ്റ്റർ സോമിനി പറഞ്ഞു. സോമിനിയുടെ ഹസ്ബൻഡിന്റെ ബൈപ്പാസ് സർജറി 2 ദിവസം മുമ്പ് കഴിഞ്ഞു. അദ്ദേഹത്തെ ICU തന്നെയാണ്. പക്ഷെ ഇന്നലെ ഉച്ച കഴിഞ്ഞ് സന്ധ്യയാകാറായപ്പോൾ അദ്ദേഹത്തിന് സ്റ്റിഫായിട്ടിരിക്കുകയാണ്, ഹാർട്ട് അനങ്ങാതെ. അപ്പോൾ പെട്ടെന്ന് വെന്റിലേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഒത്തിരി ബുദ്ധിമുട്ടുള്ളൊരവസ്ഥയായിരുന്നു. എന്നാൽ അല്പ സാവകാശം ഉണ്ടെന്നാണ് ഞാൻ രാത്രി അറിഞ്ഞത്. ഇപ്പോൾ രാവിലത്തെ വിവരം അറിഞ്ഞുകൂടാ. എന്നാലും പ്രാർത്ഥനയിൽ പ്രത്യേകമായിട്ട് ഓർക്കണം. ശരി. സ്തോത്രം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ. ഞങ്ങൾക്ക് ഷിക്കാഗോ പ്രയർ ലൈൻ്റെ തണലിൽ ഒരു പ്രാവശ്യം കൂടെ അങ്ങയുടെ സന്നിധാനത്തെങ്കിൽ വിഷയങ്ങൾ വെച്ച് പ്രാർത്ഥിക്കാനും അവിടുത്തെ വചനം കേൾക്കുവാനും ഒക്കെ ഞങ്ങളെ സഹായിച്ചതിനാൽ നന്ദിയോടെ സ്തോത്രം. ഇത്രത്തോളം ഹല്ലേലൂയ, അവിടുത്തെ ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ സാന്നിധ്യത്തിൽ ഞങ്ങളെ നിറച്ചതിനാൽ സ്തുതിക്കുന്നു. ഞങ്ങളെ കേൾപ്പിച്ചത് അവിടുത്തെ വചനത്തെ ഓർത്ത് പ്രത്യേകം ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. യഹോവയെ കണ്ടെത്താവുന്ന കാലത്ത് അവനെ അന്വേഷിപ്പിൻ എന്ന് ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ദാവീദ് ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു, ഒരു ദൈവഭക്തനായിരുന്നു എന്ന് ഞങ്ങൾ കേട്ടല്ലോ. ഹല്ലേലൂയ. തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷകളൊക്കെയും അല്ലെങ്കിൽ തന്നെ ഏൽപ്പിച്ചതായ പദവികളൊക്കെയും ജോലികളൊക്കെയും വിശ്വസ്തയോടെ ചെയ്തു എന്ന് ഞങ്ങൾ കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതിൻ്റെ ഫലമായിട്ട് ദൈവം അവനെ ഇസ്രായേലിൻ്റെ രാജാവായി ഉയർത്തുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ, കർത്താവെ, ദൈവത്തെ അന്വേഷിക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ ഞങ്ങൾ കേട്ടതുപോലെ ഹല്ലേലൂയ അവിടുത്തെ വചനം ഹല്ലേലൂയ ഞങ്ങളുടെ മധ്യേ ഉള്ളത് കൊണ്ട് സ്തോത്രം. എപ്പോഴും അത് ധ്യാനിക്കുവാനും അങ്ങനെ അതിലൂടെ ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തിന് ഞങ്ങളോട് സംസാരിക്കാനുള്ളതായ കാര്യങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കി. ഹല്ലേലൂയ, അവിടുത്തെ പാതകൾ മനസ്സിലാക്കി, അവിടുത്തെ ഹിതം മനസ്സിലാക്കി ഞങ്ങൾ മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വചനം ശുശ്രൂഷിക്കുവാൻ തക്കവണ്ണം അവിടുത്തെ ദാസനെ നീ ബലപ്പെടുത്തിയതിനാൽ സ്തുതിക്കുന്ന കർത്താവെ, ഈ കേട്ട വചനം എല്ലാവർക്കും അനുഗ്രഹമായി ഭവിക്കുവാൻ ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രിയ സഹോദരിയുടെ ഹസ്ബൻഡ് ഹല്ലേലൂയ ബൈപ്പാസ് സർജറി കഴിഞ്ഞ് ഇപ്പോൾ വെന്റിലേറ്ററിലായിരിക്കുന്നല്ലോ. സമ്പൂർണ്ണമായ സൗഖ്യം കൊടുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. വരും ദിവസങ്ങളിൽ സൗഖ്യത്തിൻ്റെ സാക്ഷ്യം കേൾക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തൻ്റെ ജീവിതത്തിൽ അത് ഏറ്റവും വലിയ വഴിത്തിരിവിനും ആ കുടുംബത്തിൻ്റെ ഹല്ലേലൂയ വലിയൊരു സന്തോഷത്തിനും കാരണമാക്കി തീർക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരു പ്രാവശ്യം കരങ്ങൾ ഏൽപ്പിക്കുന്നു. എല്ലാവരെയും ദൈവം സഹായിക്കുക, അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ലീഡ് ചെയ്യുവാൻ തക്കണം ഹല്ലേലൂയ ബലപ്പെടുത്താൻ ആ സ്തോത്രം. എൻ്റെ ദാസനെയും അനുഗ്രഹിച്ചാട്ട് അനിഷ്പാസിനെ കുടുംബമായി ഓർക്കുന്നു. ഷിക്കാഗോ പ്രയറിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. സുനിൽ പാസ്റ്ററിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദാസനെയും സൗഖ്യവും ബലവും ഒക്കെ നൽകി ദൈവം അനുഗ്രഹിക്കണമേ. ഇത്രത്തോളം അവിടുന്ന് ഞങ്ങളെ സഹായിച്ച സ്തോത്രം. വീണ്ടും കാണുന്നവരെയും ഞങ്ങളെ സൂക്ഷിക്കേണ്ടതായി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു പിതാവേ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകിയിരിക്കുക. നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.
നമ്മുടെ കർത്താവും രക്ഷിതാവുമായ ക്രിസ്തുയേശുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ തുല്യമായ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ കാവലവും സഹവാസവും സംസർഗവും കൂട്ടായ്മയും നാം ഇന്ന് ദൈവസന്നിധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ ലോകത്തിലുള്ള സകല വിശുദ്ധന്മാരോടുകൂടി കർത്താവിന്റെ വരവോളം ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ക്രിസ്തുയേശു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വരണമേ. ആമേൻ, ആമേൻ, ആമേൻ. നാളെ നമ്മുടെ മധ്യേ പാസ്റ്റർ ജേക്കബ് ജോർജ് ചിന്തുവാട മധ്യപ്രദേശ് തിരുവചനം സംസാരിക്കുന്ന നാളത്തെ ഹിന്ദി മീറ്റിംഗിൽ എല്ലാവരും കടന്നു വരണമെന്ന് അപേക്ഷിക്കും. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുന്നു. ആമേൻ.